ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും മീഡിയ ചാനലാണെങ്കിലും മാധ്യമമാണെങ്കിലും എന്താണെങ്കിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് വേടൻ. വേടൻ ചെയ്തത് തെറ്റോ ശരിയോ അതോടെ നിൽക്കട്ടെ. നമ്മുടെ സമൂഹത്ത് ഒരുപാട് അക്രമങ്ങളും അനീതികളും നടക്കുന്നുണ്ട്. അത് ഇന്ന് ഒരു നേതാവോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയോ ഒരു പാർട്ടിയും അതിനെതിരെ ശബ്ദിക്കാനോ പ്രയത്നിക്കാനോ എതിർക്കാനോ ഇന്നും ആരുമില്ല. ഒരു വേടൻ്റെ ഒരു പാട്ടിൽ പറയുന്നുണ്ട്, കാട് കട്ടവൻ്റെ നാടാണ് വിശപ്പിന്, അങ്ങനത്തെ ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ കാട് എപ്പോഴും കൊള്ളടിക്കുക, കാട് കട്ടുണ്ടെങ്കിൽ കൊള്ളടിച്ച് സുഖമായിട്ട് നടക്കാം. പക്ഷെ വിശപ്പിന് വേണ്ടി അന്നം മോഷിച്ച് ഞാൻ ശിക്ഷയാണ്, കൊലപാതകമാണ്. അതാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അപ്പം വേടനത് പറഞ്ഞത് ശരി തന്നെയല്ലേ? എന്തെല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ, എന്തെല്ലാം അനീതി നടക്കുന്നുണ്ട്. അപ്പോൾ വേടനെ എന്താ അനുകൂലിച്ചല്ല പറയണത്, പക്ഷെ വേടൻ പറഞ്ഞത് സമൂഹത്തിൽ ഒരാളും പ്രതികരിക്കാതെ വന്നപ്പോൾ വേടൻ അതൊരു പാട്ടിലൂടെ പ്രതികരിക്കാൻ തുടങ്ങി. അതല്ലേ ശരി? കണ്ടിട്ടും കാണാത്ത എത്ര പേര് നടക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ റോട്ടിലൊരാൾ വീണ് കഴിഞ്ഞാൽ എല്ലാവർക്കും എടുത്ത് കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ എന്നറിയാം. പക്ഷേ പേടിയാണ്. അത് എടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവരെങ്ങോട്ടോ പോകുന്ന ആളായിരിക്കും. പക്ഷേ ഈ ഒരു സഹതാപത്തിൻ്റെ പേരിൽ, ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരോടായി അവരൊന്ന് ചലിക്കുന്നത് വരെ ഇവർക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. അവർ മറ്റുള്ള കാര്യങ്ങൾ മുടക്കിയിട്ടാണ് വന്ന് നിൽക്കണമെന്ന് അറിയണം. അപ്പോൾ ഇന്നിപ്പോൾ അത് മാറി. ആരെ കൊണ്ട് എന്ത് എത്തിച്ചാലും ആൾക്ക് പോവാം, പേരോ അഡ്രസ്സോ കൊടുത്ത് പോവാം, പിടിച്ചേക്കില്ല. അങ്ങനെയാണ് ഇപ്പോൾ അത് മാറി. എന്നാലും ആ ഒരു കണ്ണിലൂടെയാണ് ജനങ്ങൾ കാണുന്നത്. അപ്പോൾ വേടൻ പറഞ്ഞത് ഒരുപാട് നല്ല കാര്യങ്ങളാണ്. അത് പാട്ടിലൂടെയാണ് പറയുന്നത്. അത് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അത് പാട്ടും കൂടെ ആയപ്പോൾ ജനഹൃദയങ്ങളിലെ ഏറ്റുവാങ്ങി. ഇപ്പം വേടൻ ഒരു സ്ഥലത്ത് വേടൻ ചെന്ന് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ജനസാഗരമാണ്. ഒരു നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ജനസാഗരമായി മാറിയിരിക്കുകയാണ്. അപ്പം ഇനിയും ഇങ്ങനെ സമൂഹത്തിൽ പ്രതികരിക്കാൻ ഒരാളുണ്ടാകുമ്പം സർക്കാരിൻ്റെ കണ്ണ് തുറക്കണം. ഇപ്പോൾ അത് ആശാവർക്കർക്ക് വേണ്ടി ആശാവർക്കർ സത്യാഗ്രഹം, അതായത് നിരാഹാരമാണ് ഇത് സമരം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് 100 രൂപയ്ക്ക് വേണ്ടിയാണ്. സർക്കാർ ചെവി കൊള്ളുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനത്തെ ഓരോ വ്യക്തികൾ, വേടനെ പോലുള്ള ഓരോ വ്യക്തികൾ സമൂഹത്തിൽ വന്ന് ഇങ്ങനൊരു ചലനം സൃഷ്ടിക്കുമ്പോഴാണ് സർക്കാരിൻ്റെ കണ്ണ് തുറന്ന് പ്രവർത്തിക്കാൻ ഒരു